നമസ്കാരം. നാണക്കേടെ നിന്റെ പേരോ അടൂർ പ്രകാശ് എന്ന് ചോദിച്ചാൽ നാണക്കേട് പോലും നാണം കൊണ്ട് തലകുനിച്ചു പോകുമെന്ന് പറയാതെ വയ്യ. PT തോമസ് ജീവിച്ചിരുന്നുവെങ്കിൽ അടൂർ പ്രകാശിന്റെ കർണമടിച്ച് പുകയ്ക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് നീതി കിട്ടിയെന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് അഭിമാനത്തോടെ പറയുന്ന അടൂർ പ്രകാശിനെ ഇന്ന് നമ്മൾ കണ്ടു. UDFന്റെ കൺവീനറാണ്. UDFന്റെ നിലപാട് അയാൾ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുമ്പോൾ ജനങ്ങൾ പുച്ഛത്തോടെ വലിയ ഒരു അവജ്ഞയോടെയാണ് അടൂർ പ്രകാശിനെയും ആ പാർട്ടിയുടെ നിലപാടിനെയും നോക്കിക്കണ്ടതെന്ന് പറയാതെ വയ്യ. അതായത് ദിലീപിന് നീതി കിട്ടിയത്രേ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ അപ്പീലിന് പോകുന്നത് വേറെ പണിയൊന്നുമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോഴും വേട്ടക്കാരനെ അയാൾ വലിയ രീതിയിൽ തന്നെ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്ത ഒരു അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രൊഫൈൽ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കി പിന്നീട് ഗർഭചിത്രം നടത്തിയ ഓഡിയോ ക്ലിപ്പ് നമ്മളെല്ലാവരും കേട്ടിരുന്നല്ലോ. അന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമ പ്രവർത്തകർ UDFന്റെ കൺവീനറായ ഇതേ അടൂർ പ്രകാശിനോട് ചോദിച്ചപ്പോൾ അടൂർ പ്രകാശ് ആ വിഷയത്തിൽ നടത്തിയ പ്രതികരണം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് AI സംവിധാനം വെച്ച് ഉപയോഗിച്ച് പുറത്തിറക്കിയ ഒരു വ്യാജ ശബ്ദ രേഖയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എന്നാൽ അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പോലും അങ്ങനെ ഒരു ഗിമ്മിക്ക് നിർമ്മാണം രാഹുൽ പോലും നടത്തിയില്ല. ആ ശബ്ദം എന്റേതല്ല എന്ന് പോലും രാഹുൽ പറഞ്ഞില്ല. ആ സാഹചര്യത്തിലാണ് ആ അതിജീവിതയെ ഇരയെ ആക്ഷേപിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രതികരണം അടൂർ പ്രകാശ് നടത്തിയത്. പിന്നീട് ഇതേ അതിജീവിത മുഖ്യമന്ത്രിയെ കാണാൻ ചെന്ന് പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ വീണ്ടും അപമാനിച്ചു, ആക്ഷേപിച്ചു ഇതേ അടൂർ പ്രകാശ്. അന്ന് അദ്ദേഹം പറഞ്ഞത് പുതിയ കഥ മെനയാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് യുവതി പോയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. മാർക്സിസ്റ്റ് പാർട്ടി യുവതിയെ വലിയ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്ന അടൂർ പ്രകാശിനെ നമ്മൾ കണ്ടു. അപ്പോൾ ഇയാൾ എക്കാലത്തും ഇത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രവുമല്ല കുറെ വർഷമായിട്ട് ദിലീപുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് എന്നൊക്കെ അടൂർ പ്രകാശ് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ യുവതി ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഇവിടെ UDF വല്ലതുമാണ് ഭരിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ആ സംഭവത്തിൽ തന്നെ എത്ര ഹൃദയവേദനയോടെയാണ് ഈ പറയുന്ന നമ്മുടെ അടൂർ പ്രകാശ് ഇദ്ദേഹത്തെയൊക്കെ പുറത്താക്കാൻ വേണ്ടി തയ്യാറായത് എന്നുള്ള കാര്യമൊക്കെ അയാളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ തന്നെ നമ്മൾ കണ്ടതാണല്ലോ. UDFന്റെ കൺവീനർ മാത്രമല്ല പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പോലും ഒരു ഘട്ടത്തിൽ ഇയാളെ വലിയ രീതിയിൽ പിന്തുണച്ചിട്ടില്ലേ? അതൊക്കെ നമ്മളപ്പോൾ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലുവ നഗരസഭയിൽ നടന്ന ഒരു പരിപാടിയിൽ ഇപ്പോഴത്തെ MP ആയിട്ടുള്ള JP മേത്തർ ഒരു സെൽഫി ഫോട്ടോയൊക്കെ എടുത്ത് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതും അന്ധകാലത്ത് അത് വാർത്തയായതൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എക്കാലത്തും ഇരട്ടത്താപ്പ് നയം തന്നെയാണ് ഈ കോൺഗ്രസ് ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിക്കാറുള്ളത്. സംഖ്യകളെല്ലാവരും കൂടി ദിലീപിനൊപ്പം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന കൂട്ടത്തിൽ ഇപ്പോൾ അടൂർ പ്രകാശ് നടത്തിയിരിക്കുന്ന ഈ പ്രതികരണത്തിലൂടെ സംഘീയത പൊങ്ങിയത എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിജീവിതക്കൊപ്പം ഈ നാട് മുഴുവൻ നിൽക്കുന്നു എന്നത് മാത്രമല്ല അടൂർ പ്രകാശിന്റെ നിലപാട് അവരുടെ പാർട്ടിയുടെ നിലപാട് മാത്രമാണ്. അത് പൊതുസമൂഹത്തിന്റെ പൊതുജനങ്ങളുടെ ഒരു നിലപാടല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറയുമ്പോഴും അതിജീവിതയെ ചേർത്ത് നിർത്തുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിജീവിതക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ പ്രതികരണം നമുക്കൊന്ന് കാണാം. നമ്മുടെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലയിലാണ് എന്ന് തോന്നുന്നില്ല. പൊതുസമൂഹം ഈ കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും അതിജീവിതത്തിനൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഗവൺമെന്റും ആ നില തന്നെയാണ് എടുത്തു പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിചിത്രമായ വാദഗതി UDF കൺവീനർ രേഖപ്പെടുത്തിയായി കാണുന്നു. അതിന് എന്തിനാണ് അപ്പീൽ പോകുന്നത്? അപ്പീലിന്റെ കാര്യം ഞാൻ പറഞ്ഞ നിയമപരമായി പരിശോധിച്ച് തീരുമാനിക്കേണ്ടതാണ്. പരിശോധന നടത്താൻ കിട്ടുന്നത്. പക്ഷെ അദ്ദേഹം വെബ്സൈറ്റിന് പറഞ്ഞു കഴിഞ്ഞു എന്തിനാണ് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഗവൺമെന്റ് അപ്പീലിന് പോകുന്നത് ഒരുക്കിയത്. അത്തരം കാര്യങ്ങളിൽ നിയമപരമായ പരിശോധനകൾ നടന്നു അതിനുശേഷം ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കാറ്. എന്തുകൊണ്ടാണ് അത്ര പ്രതിപ്പെട്ട് ഒരു പ്രതികരണം വന്നത് എന്നത് ആലോചിച്ചിട്ട് വീഴുന്നില്ല. നമ്മുടെ നാടിന്റെ പൊതുവായ വികാരത്തിനെതിരെയുള്ള ഒരു പറച്ചിലായി കൂടി അത് എന്നാണ് തോന്നുന്നത്.
ഗൂഢാലോചനയെ പറ്റി ദിലീപ് പറയുന്നത് ദിലീപിന്റെ വെറും തോന്നല് മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട്. എന്തായാലും സ്ത്രീകൾക്ക് വലിയൊരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് അതിജീവിതയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരു സർക്കാരെ നമുക്ക് ഒരു വശത്ത് കാണാൻ സാധിക്കുമ്പോൾ മറുവശത്ത് എന്താണ് കാണാൻ സാധിക്കുന്നത്? അതായത് ദിലീപിന് വേണ്ടി ഓശാന പാടുന്ന ആളുകൾ. അപ്പോ ഇക്കാലം അത്രയും ഇവരൊക്കെ ദിലീപ് എന്ന് പറയുന്ന ഈ നടനെ നെഞ്ചിലേറ്റി നടന്നുകൊണ്ടാണ് ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് ഹാഷ്ടാഗുകൾ ഇട്ടുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ജനം കണ്ണു തുറന്ന് തന്നെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ള കാര്യം പറയാതെ പോകാൻ കഴിയില്ല. എന്തായാലും ഈ സംഭവത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയും ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഫേസ്ബുക്കിലൂടെയാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്: അതിജീവിതയെയും സ്ത്രീ സമൂഹത്തെയും അപഹസിക്കുന്ന UDF കൺവീനറുടെ നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹം. നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനത്തെ സർക്കാരിന് വേറെ പണിയില്ലേ എന്ന് ചോദിച്ച് പരിഹസിച്ച UDF കൺവീനർ അടൂർ പ്രകാശിന്റെ നടപടി ഞെട്ടിക്കുന്നതാണ്. നീതിക്ക് വേണ്ടിയുള്ള ഒരു സ്ത്രീയുടെ പോരാട്ടത്തെയും അതിന് സർക്കാർ നൽകുന്ന പിന്തുണയെയും പണിയില്ലായ്മയായി കാണുന്ന മനോഭാവം UDFന്റെ സ്ത്രീ വിരുദ്ധ മുഖമാണ് വ്യക്തമാക്കുന്നത്. ഈ വെളിപ്പെടുത്തലോടെ ഒരു കാര്യം പകൽ പോലെ വ്യക്തമായി: UDF അതിജീവിതയ്ക്കൊപ്പം ഇല്ല. വാക്കുകളിൽ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുകയും പ്രവൃത്തിയിൽ വേട്ടക്കാരെ സഹായിക്കുകയും ചെയ്യുന്ന UDFന്റെ ഇരട്ടത്താപ്പാണ് കൺവീനറുടെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കുറ്റവാളികൾ രക്ഷപ്പെടാതിരിക്കാൻ സർക്കാർ നടത്തുന്ന നിയമ പോരാട്ടത്തെ ലഘൂകരിക്കുന്നതിലൂടെ സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകളെയുമാണ് UDF നേതൃത്വം അപമാനിച്ചിരിക്കുന്നത്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാചാലരാകുന്നവരുടെ തനി നിറം കേരളം തിരിച്ചറിയണം. ഈ സ്ത്രീ വിരുദ്ധ പ്രസ്താവന പിൻവലിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് മാപ്പ് പറയാൻ UDF തയ്യാറാകണം. നീതി ഉറപ്പാക്കുന്നത് വരെ സർക്കാർ അതിജീവിതയ്ക്കൊപ്പം തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാ വിഷയങ്ങളിലും കോൺഗ്രസിന്റെ ഇത്തരം സ്ത്രീ വിരുദ്ധത പ്രകടമായി തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ സ്വന്തം പാർട്ടിയിലുള്ള വനിതാ നേതാക്കൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള ദുരവസ്ഥ തുറന്നു പറഞ്ഞപ്പോഴും കോൺഗ്രസിലുള്ള ഒരുപറ്റം ആളുകളല്ലേ അവരെ ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരാതിയുമായി വന്ന യുവതിയെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ കാണാൻ നമുക്ക് സാധിച്ചു? മാധ്യമങ്ങൾ മുഴുവൻ ഇത് വാർത്തയാക്കാൻ തുടങ്ങിയപ്പോൾ ഗത്യന്തരമില്ലാതെ പ്രതികരിച്ചേ പറ്റൂ എന്ന് കണ്ടപ്പോൾ മാത്രമല്ലേ VD സതീശൻ പോലും ഒന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായത്. VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയപ്പോൾ മാധ്യമങ്ങൾ മുമ്പിൽ നടത്തിയ പ്രതികരണം എന്തായിരുന്നു? ഹൃദയവേദനയോടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനെ സസ്പെൻഡ് ചെയ്യുന്നത് എന്നല്ലേ പറഞ്ഞത്. മാത്രവുമല്ല, അങ്ങനെ എത്ര സംഭവങ്ങളാണ് നമുക്ക് ഇവരുടെ ഇടയിൽ നിന്ന് എടുത്ത് ഇഴകീറി നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ സ്ത്രീ വിരുദ്ധതയുടെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ദിലീപിനെ പിന്തുണച്ചതോടുകൂടി തന്നെ പൊതുസമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു ഇവരുടെ ഉള്ളിലെ കടുത്ത സ്ത്രീ വിരുദ്ധത നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് വന്നാൽ പോലും നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? അതായത് കോൺഗ്രസിനകത്തുള്ള സ്ത്രീകൾക്ക് പോലും നല്ല രീതിയിലുള്ള പരിഗണന ലഭിക്കാത്ത ഒരു പല രീതിയിലുള്ള സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും 24 മണിക്കൂറും ഇവർ പറയും ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്, ഞങ്ങൾ വേട്ടക്കാരന് എതിരാണ് എന്നൊക്കെ. പക്ഷെ ഇങ്ങനെ പല നാടകങ്ങളൊക്കെ കളിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ അഭിനയം പാടുന്നത് ഇത്തരം അടൂർ പ്രകാശിലൂടെയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അടൂർ പ്രകാശിന്റെ ഈ ഒരു പ്രതികരണം തീർത്തും മോശമായി പോയെന്ന് പറയാതെ വയ്യ. ഇത്തരത്തിലൊരു വിധി പുറത്തു വരുമ്പോഴും ഒരു സർക്കാരും ആ സർക്കാരിലെ സാധാ അണികൾ പോലും പറയുന്നു ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറയുന്നു. അതാണ് നിലപാട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. മാത്രവുമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന ഒരു വലിയ ആവേശ കമ്മിറ്റിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ആവേശ കമ്മിറ്റിമാരൊക്കെ ഈ സംഭവത്തിന്റെ തുടക്കം മുതൽ തന്നെ ആർക്കൊപ്പമായിരുന്നു എന്ന് ഇപ്പോ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് അവസാനമാക്കുന്നുമല്ല ഈ വിധി എന്ന് പറഞ്ഞു വെക്കുകയാണ്. സർക്കാർ അപ്പീലിന് പോകും, നീതി കിട്ടും വരെ പോരാട്ടം നടത്തും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും അതിജീവിതയ്ക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിനൊപ്പം തന്നെയാണ് ഈ നാട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾ കുറെ സംഘികൾക്ക് ചൂട്ടുപിടിച്ച് നടക്കുന്ന ഇത്തരം ചില പല രീതിയിലുള്ള വെറൈറ്റി സംഘികളും ഒക്കെ അങ്ങനെ അലമുറയിട്ടാലൊന്നും ഈ സംഭവത്തിൽ ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞവരൊന്നും വേട്ടക്കാരനൊപ്പം എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊപ്പം ചേരില്ല. ഇത് കേരളമാണ് അടൂർ പ്രകാശ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.